അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹാമ്പറിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനൊരു ഹാമ്പർ. അപ്പം ഞാൻ ചെയ്യുമ്പോൾ വിചാരിച്ചു കുറച്ച് വീഡിയോ എടുത്ത് വെച്ചാൽ എന്നെപ്പോലെ ഹെൽപ്ഫുൾ ആവുമല്ലോ, എന്നെപ്പോലെ ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കാദ്യം പർച്ചേസിങ് എന്തെല്ലാം ഞാൻ ഇതിന് വാങ്ങിച്ചത് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പം ഇതിന് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും, പിന്നെ ഇത് ബൊക്കെ ഷീറ്റാട്ടോ, നമ്മൾ ഈ ഫ്ലവർ ബൊക്കെ ചെയ്യില്ലേ ആ ഷീറ്റാണ്. അപ്പോൾ ഇതിന് വന്നിട്ട് 20 റുപ്പീസാട്ടോ ഒരു ഷീറ്റിന് വരുന്നത്. നമുക്കൊരു ബൊക്കെ ചെയ്യാൻ ഒരു 3-4 ഷീറ്റ് ആവശ്യമുണ്ടാവും കേട്ടോ, നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കേ. പിന്നെ ഫ്ലവേഴ്സ് നമ്മുടെ തൊട്ടടുത്ത് കാലിക്കറ്റുള്ളവരാണെങ്കിൽ നമ്മുടെ കണ്ണഞ്ചേരി ബേക്കേഴ്സ് ഫാക്ടറി എന്ന് പറയും, അവിടെ നിന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ചില സാധനങ്ങൾക്ക് ഇവിടെ വില കുറവാണ്. അപ്പം ഓയിസസ് വെച്ച് നോക്കുമ്പോൾ ചിലത് റേറ്റ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടുന്നു, ബാക്കി കുറച്ച് ഐറ്റംസ് നമ്മൾ ഓയിസസിൻ്റെ ഉള്ളിൽ നിന്നും ആട്ടോ എടുത്തത്. അപ്പോൾ ഇവിടുന്ന് ഒരു പരത കവർ ചെയ്യാനുള്ള ബോക്സ്, പിന്നെ അതുപോലെ കുറച്ച് ഫ്ലേവേഴ്സും, പിന്നെ ചോക്ലേറ്റ്സ് ഇവിടുന്ന് വാങ്ങിച്ചില്ല കേട്ടോ, കാരണം ചോക്ലേറ്റ്സിന് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അത് ഓയിസസിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങി. പിന്നെ അത് നമ്മൾ ഈ ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള നമുക്ക് ഏത് ടൈപ്സ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ പോയാൽ മതി, നമുക്ക് എല്ലാ ടൈപ്സ് ഓഫ് ഹാമ്പേഴ്സും ഇവിടെ അവൈലബിൾ ആട്ടോ. അപ്പോൾ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് റിട്ടേൺ അടിക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു ദിവസത്തിൽ കഴിഞ്ഞില്ല കേട്ടോ. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ഐഡിയ ഇല്ല. അപ്പോൾ 2 തവണ പോകേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ബുക്കും പെന്നൊക്കെ എടുത്ത് ജസ്റ്റ് എഴുതി വെച്ച് പോയാൽ നന്നായിരിക്കും. ഇത് ഞാനൊരു ഐഡിയ ഇല്ലാതെ പോയതുകൊണ്ട് അങ്ങനെ കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ പരദ പാക്കിംഗ് ആട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ബോക്സ് ആട്ടോ പരദക്ക് വാങ്ങിച്ച്. പിന്നെ ഇത്രയും ഐറ്റംസ് ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമുക്ക് ഡ്രസ്സ് വെക്കാനുള്ളൊരു സ്റ്റാൻഡാട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പ്ലെയിൻ ട്രേയിൽ ഇതുപോലെ തെർമോക്കോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. സ്ക്വയർ ടൈപ്പും റൗണ്ട് ഷേപ്പും നമുക്ക് ഏത് സൈസാണോ വേണ്ടി വെച്ചാൽ ആ സൈസിൽ അവർ കട്ട് ചെയ്തും തരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡബിൾ സൈഡ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോക്ലേറ്റ്സ് വെച്ചിട്ട് പ്ലെയിൻ റാപ്പ് കൊണ്ടോ കവർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യല്ലേ, അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചേ, പക്ഷേ സിമ്പിളായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ബോക്സിലേക്ക് ഒരു 10-12 ആണ് സൈസ് വരുന്നത്. ആ ബോക്സിലേക്ക് നമുക്ക് ടോബ്ലറോണ് ഒരു 16 പീസ് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ കുറച്ച് ലൂസ് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വേറൊരു ഹാമ്പറിലാട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇതൊരു 1.5 kg ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു 12-14 ട്രേയുടെ ഇഞ്ച് വരുന്നത്. അപ്പോൾ ഇതിനേക്ക് നമ്മളൊരു 1.5 kg ലൂസ് ചോക്ലേറ്റ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പ്രീമിയം ചോക്ലേറ്റ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. ഇനി പ്രീമിയം ചോക്ലേറ്റ്സ് മൊത്തം വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ആദ്യം വെച്ച് നോക്കാം കേട്ടോ, നമുക്ക് എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ഐഡിയ ഇല്ല, എത്ര ചോക്ലേറ്റ്സ് എങ്ങനെയൊക്കെ വെക്കണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെച്ച് നോക്കുകയാണ്. ഇതിങ്ങനെ നിൽക്കില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് നിന്ന് കിട്ടുള്ളൂ. അപ്പം നമ്മൾ രണ്ടാമത്തെ ഹാമ്പറും ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറെ ബോർഡൊന്നുമില്ല, നമ്മൾ ചോക്ലേറ്റ്സ് ബോക്സ് വാങ്ങിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ബോക്സ് കട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ വെച്ച് കൊടുത്തത്. പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ഹാമ്പർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അടിയിൽ ജസ്റ്റ് തെർമോക്കോൾ വെച്ചിട്ട് പിന്നെ നമ്മുടെ ലൂസ് ചോക്ലേറ്റ്സ് ഇല്ലേ, അത് നമ്മളൊരു 12 kg വേറെ വാങ്ങിച്ചിട്ടുണ്ട്, 2 kg ടോട്ടൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ബാക്കി വന്ന ചോക്ലേറ്റ്സ് ഇതിൽ നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 8 ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടോപ്പിലായിട്ട് നമ്മൾ പ്രീമിയം ചോക്ലേറ്റ്സ് ഓരോന്നും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കുമ്പോൾ ഡബിൾ സൈഡ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഫ്ലവേഴ്സ് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം കുട്ടികൾ പിടിക്കുന്നതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളിപ്പോവല്ലോ. പിന്നെ ഡ്രസ്സിൻ്റെ ഹാമ്പർ ഇത് സിമ്പിളായിട്ടോ ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമുക്ക് കിട്ടും, ഇതിൻ്റെ സ്ക്രൂ സെപ്പറേറ്റ് ആയിട്ടാട്ടോ കിട്ടാം. നമ്മൾ ഫിറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, നമ്മൾ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഡ്രസ്സിന് ചെറിയൊരു ടാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ തെള്ളി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ചെരുപ്പിൻ്റെ അടിയിൽ ഡബിൾ സൈഡ് ടാപ്പ് ഇട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം വാച്ചായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തതിന്. ഒരു വാച്ചും ഫോണും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാച്ചും ഫോണായിരുന്നു. ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഫോണും വാച്ചുമായിരുന്നു സെറ്റ് ചെയ്തതിന്. പിന്നെ ലാസ്റ്റിക്ക് ഐഡിയ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ നട്ട്സിൻ്റെ ഒരു ബോക്സിൽ ബട്ടർ പേപ്പർ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നട്ട്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പിസ്താഷ്യോയും ബദാമും പിന്നെ കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സ് വരുന്നുണ്ടായിരുന്നു. കാഷ്യൂസൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കിവി അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് കാണാൻ രസമാണ്, പക്ഷെ അത് കഴിക്കാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും ടേസ്റ്റ് വൈസ് ഓക്കെ അല്ലല്ലോ. അപ്പോൾ അതാട്ടോ ഇങ്ങനെ ഓക്കെ, നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു A4 പ്രിൻ്റ്. ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ക്യാൻവ ആപ്പിൽ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. ജസ്റ്റ് നമ്മൾ പേരും കാര്യങ്ങളും മാറ്റി കൊടുത്താൽ മതി. ഇത് നമ്മുടെ ഹാമ്പറിൻ്റെ പുറത്തായിട്ട് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് അത്രയൊക്കെ വെച്ചിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷീറ്റിന് വന്നിട്ട് 40 രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇവിടെ കേട്ടോ. ഓരോ ഏരിയ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതുപോലെ ഫ്ലവേഴ്സും കുറച്ചു ഒരു ഗോൾഡൻ്റെ ഒരു സംഭവമുണ്ട്, അതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. അതും എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നിന് വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ നെറ്റിൻ്റെ മുകളിൽ അതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെറ്റ് നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചിട്ടായിരുന്നു കേട്ടോ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മളെന്താക്കുക, ഫ്ലവേഴ്സ് ഗമ്മാക്കി കൊടുത്തിട്ട് ഒട്ടിക്കുക. സിമ്പിളാട്ടോ. ഞാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടഫാണെന്നൊക്കെ തോന്നും, പക്ഷെ ചെയ്തെടുക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഡ്രസ്സിൻ്റെ ആമ്പർ സെറ്റാണ്. പിന്നെ ഇതിൽ നമ്മൾ പരത സെറ്റ് ചെയ്തില്ലേ, അതും സെറ്റാണ്. പിന്നെ അതാ നട്ട്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. പിന്നെ നമ്മുടെ ചോക്ലേറ്റ്സ്. അപ്പം മൊത്തത്തിൽ നമ്മളെക്കൊണ്ട് ആവുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബൊക്കെ ചെയ്യുന്നത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, കാരണം ഇതന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്താണ്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ലെങ്ത്തായി പോകും. അപ്പം പിന്നെ നമ്മൾ ഗോൾഡിൻ്റെത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോക്സ് ആട്ടോ, കാരണം ഗോൾഡ് കാണുന്ന രീതിയിലുള്ളൊരു ബോക്സ് ഇതിലാണ് നമ്മൾ ലാസ്റ്റ് പിന്നെ വാച്ച് പിന്നെ ചെക്കൻ കൊടുക്കുന്ന കമ്മലും ഗോൾഡൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേ ബോക്സിൽ ചെക്കൻ്റെ പെങ്ങൾ കൊടുക്കുന്ന ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വേറെ തന്നെ ഒരു ബോക്സാക്കി അതാട്ടോ അങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ സെറ്റ്. ഞാൻ സാറ്റിസ്ഫൈഡാണ്, ആദ്യമായിട്ട് ചെയ്തതാണെങ്കിലും സാറ്റിസ്ഫൈഡാണ്. അപ്പം നമുക്കും ഇതുപോലെ വീട്ടിലെന്തെങ്കിലും ഫങ്ഷൻസിനോ ഇനി നമുക്ക് സെയിൽ ചെയ്യാനോ ഒക്കെ നടക്കുന്ന നല്ലൊരു പരിപാടി കേട്ടോ, കാരണം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം സാധനങ്ങളൊക്കെ എത്ര വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളതൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.